ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അതായത് ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, എന്നാൽ നമുക്ക് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും, ചുമ്മാ ഒന്ന് റാൻഡം ആയിട്ട് നമുക്കൊന്ന് കറക്കി കുത്താൻ പോലും പറ്റാത്ത രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത്യാവശ്യം നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന് കുറച്ച് ട്രിക്സും ഒക്കെ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ടാണ് നമ്മൾ ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമേ ക്രിട്ടിക്കൽ കോൺസ്റ്റന്റുകളാണ്. ക്രിട്ടിക്കൽ കോൺസ്റ്റന്റിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ 3 ക്രിട്ടിക്കൽ കോൺസ്റ്റന്റ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. വോളിയത്തിന്റെ ക്രിട്ടിക്കൽ വോളിയം, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അതുപോലെ ക്രിട്ടിക്കൽ പ്രഷർ. അപ്പൊ ഇതെല്ലാം തന്നെ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ ചോദ്യം വരാൻ കുറെ സാധ്യതകളുണ്ട്. ആദ്യമേ തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ഇക്വേഷൻ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അടുത്തതെന്ന് പറയുന്നത് വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് തന്നിട്ട് ഒരു പെർട്ടിക്കുലർ ക്രിട്ടിക്കൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട്, ക്രിട്ടിക്കൽ കോൺസ്റ്റന്റുകൾ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അതല്ല എങ്കിൽ ബി, വാൻ ഡെർ വാൾ കോൺസ്റ്റന്റ് ആയ ബി ഇത്ര ടൈംസ് ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഇത്ര ടൈംസ് ഡിക്രീസ് ചെയ്തു, അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും വരുന്ന വേരിയേഷൻ, അത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒരു ഈ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ റിലേഷൻസ് അറിയണം. ഇത് ബൈഹാർട്ട് ചെയ്യുക തന്നെ ഉള്ളൂ നമുക്ക് മാർഗം. അതിനൊരു ഷോർട്ട് കട്ട്സുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ബൈഹാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ക്രിട്ടിക്കൽ വോളിയം ആണ്. അത് വേറെ എ ആയിട്ടൊന്നും കണക്റ്റഡ് അല്ല, ജസ്റ്റ് വാൻ ഡെർ വാൾ കോൺസ്റ്റന്റ് ബി ആയിട്ടാണ് കണക്റ്റഡ്. ബി സി ഇസ് ഈക്വൽ ടു 3b. അപ്പൊ വോളിയം ഓർക്കേണ്ടത് 3 ബിഗ്, 3 ബിഗ് വോളിയം നമ്മൾ എപ്പോഴും ബിഗ് എന്നുള്ള രീതിയിലാണ്, വോളിയം കൂടുതലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ബിഗ് എന്നൊരു ടേം ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു 3b, 3 ബിഗ് എന്നൊക്കെ പറയുന്ന പോലെ 3b. അടുത്തത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 8a ഡിവൈഡഡ് ബൈ 27 RB. അപ്പൊ 8aക്ക് 8 ആപ്പിൾ നോക്കുക, 27 Rന് RBക്ക് 27 റെഡ് ബനാന എന്ന് നോക്കുക. അപ്പൊ ആപ്പിളും ബനാനയും ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എ ആണ്, അതിനുശേഷമാണ് ബി വരുന്നത്. കൊണ്ട് എ മുകളിലേക്ക് വിടുന്നു നമ്മൾ. 8 ആപ്പിൾ 27 റെഡ് ബനാന, 27 റെഡ് ബനാന. ദെൻ ക്രിട്ടിക്കൽ പ്രഷർ ആണ് 27. ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ആപ്പിള്, അതിനുശേഷം 27 ബിഗ് ബോക്സസ് ആണ്. 2 ബിഗ് ബോക്സസ് എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ വരും. അപ്പോ ഇത് അങ്ങനെ ഓർക്കുക. ബി സി ബിഗ്, ടി സി 8 ആപ്പിൾ ബൈ 27 റെഡ് ബനാന, പി സി ആപ്പിൾ ഡിവൈഡ് ബൈ 27 ബിഗ് ബോക്സസ്. ദെൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ തന്നിട്ട് ബോയിലിംഗ് പോയിന്റുമായിട്ടുള്ള കണക്ഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് തന്നിട്ട് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിക്കാം. ബോയിലിംഗ് പോയിന്റും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും തമ്മിൽ 2/3 ഇൻറ്റു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇനി അടുത്തത് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസും വാൻ ഡെർ വാൾസ് ഇക്വേഷൻസും ഒക്കെ നമുക്ക് ബൈഹാർട്ട് ആണ്. പക്ഷെ ബാക്കി കുറച്ചുള്ള ഇക്വേഷൻസ് ആണ്, അതർ ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്നുള്ള ചോദ്യം കുറച്ച് ഇക്വേഷൻ തന്നിട്ട് ഇതിനകത്ത് കറക്റ്റ് റെപ്രസെന്റേഷൻ ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് വരും. അതിന് ഷോർട്ട് കട്ട് വെച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഡയട്രീസി ഇക്വേഷൻ ആണ്. ഇവിടെ എല്ലാം ഇ ആണ് കൂടുതലും നിൽക്കുന്നത്. നോക്കൂ, ഇക്വേഷനിലുമുണ്ട് ഒരു e⁻a/RT v. ബാക്കി നമ്മൾ നേരത്തെ വാൻ ഡെർ വാൾസിൽ പഠിച്ചതുപോലൊക്കെ തന്നെയാണ്. P × v−p/RT. അവിടേക്കൊരു എക്സ്പൊണൻഷ്യൽ ഫാക്ടർ വന്നു. ഡയട്രീസി ഇക്വേഷനിലും കൂടുതലും ഇ ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെ? ഡയട്രീസി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെച്ച് ഓർത്തുകൊണ്ട് ഈ എന്നുള്ളത് ഇങ്ങനെ ഒരു ചേരാത്തത് പോലെ ഈ നിൽക്കുന്നുണ്ട്. ഇവിടെയും ഒരു ഇ ഫാക്ടർ ഉണ്ട്. സോ P × v−p = RT e⁻a/RTv. അടുത്തത് ബെർത്തലോട്ട് ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നോക്കിയാൽ കുറച്ചൊക്കെ നമ്മുടെ വാൻ ഡെർ വാൾസ് ഇക്വേഷനുമായിട്ട് സാമ്യമുണ്ട്. അപ്പോ വാൻ ഡെർ വാൾസ് ഇക്വേഷനിൽ നിന്നും ബർത്ത് എടുത്ത് അല്ലെങ്കിൽ ജനിച്ച ബെർത്തലോട്ട്. അപ്പൊ വാൻ ഡെർ വാൾസ് ഇക്വേഷനുമായിട്ട് കുറച്ചേറെ പരിചയമുള്ള ഒരു ഇക്വേഷൻ ആണ് P + a/Tv² × v−b = RT. അതെന്താണ്? ബെർത്തലോട്ട്സ് ഇക്വേഷൻ.
അടുത്തത് ക്ലോഷ്യസ് ഇക്വേഷൻ സി ആണ് ഇവിടെ. അപ്പൊ ഈ ക്ലോഷ്യസ് ഇക്വേഷനിൽ നമ്മുടെ വോണ്ടർവാൾസ് ഇക്വേഷനിൽ ഒന്നും ഇല്ലാത്ത ഒരു പുതിയ കോൺസ്റ്റന്റ് ആയ സി അവിടേക്ക് കയറി വന്നു. ദാറ്റ് ഈസ് ക്ലോഷ്യസ് ഇക്വേഷന്റെ സി ആണ്. ആൻഡ് ദാറ്റ് ഈസ് പി പ്ലസ് എ ബൈ ടി ഇൻറ്റു വി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ആർ ടി. അപ്പൊ സി എന്ന ടേം വരുന്നത് ക്ലോഷ്യസ് ഇക്വേഷൻ ആണ്. വാണ്ടർവാൾസുമായിട്ട് കുറച്ച് സാമ്യമുള്ളത് ബെർത്തലോട്ട് ഇക്വേഷൻ ആണ്. ഇ റൈസ്ഡ് ടേം വരുന്നത് ഡൈപ്രീസി ഇക്വേഷൻ ആണ്. അടുത്തത് കാമർലിങ്ക് ഓൺസ് ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ വിറിയൽ ഇക്വേഷൻ. കാമർ ലിങ്ക് ആണ്, ലിങ്ക് ചെയ്തു പോകുന്ന ഒരു ചെയിൻ പോലെ. ദാറ്റ് ഇസ് പി വി ഈക്വൽ എ പ്ലസ് ബി പി സി പി സ്ക്വയർ പ്ലസ് ഡി പി ക്യൂബ് എന്ന് പറഞ്ഞു പോകുന്ന ഒരു ചെയിൻ പോലെയുള്ള ഇക്വേഷൻ ആണ് ഇത് കാമർലിങ്ക് ഓൺസ് ഇക്വേഷൻ. അതിലെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് വിറിയൽ കോഎഫിഷ്യന്റ്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് വിറിയൽ കോഎഫിഷ്യന്റ്, സി എന്ന് പറയുന്നത് തേർഡ് ആൻഡ് ഡി എന്ന് പറയുന്നത് ഫോർത്ത് ആണ്. ലോ പ്രഷറിൽ എ മാത്രമേ ഇമ്പോർട്ടന്റ് ഉള്ളൂ. അപ്പൊ അവിടെ പി വി എന്താണ് എ എന്ന് പറയുന്നത് ആർ ടിക്ക് സമ്മാണ്. സോ പി വി ഈക്വൽ ടു ആർ ടി വരും. അപ്പൊ വിറിയൽ കോഎഫിഷ്യന്റ് വിറിയൽ ഇക്വേഷൻ എപ്പോഴാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനുമായിട്ട് ഈക്വൽ ആകുന്നതെന്ന് ചോദിക്കാം, അറ്റ് ലോ പ്രഷർ. അതുപോലെ തന്നെ എയുടെ ഒരു ടേംസ് എങ്ങനെയാണ്, എ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടും. അതുപോലെ തന്നെ വിറിയൽ കോഎഫിഷ്യന്റ് ബി എപ്പോഴാണ് സീറോ ആവുന്നത്, ബോയിൽ ടെമ്പറേച്ചറിലാണ്. ആൻഡ് ബിയും വോണ്ടർവാൾസ് കോൺസ്റ്റന്റും തമ്മിലുള്ള, അല്ലെങ്കിൽ സെക്കൻഡ് വിറിയൽ കോഎഫിഷ്യന്റും വോണ്ടർവാൾസ് കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു വെക്കണം. ബി ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ ആർ ടി. അടുത്തത് നമ്മുടെ വെലോസിറ്റികളെ കുറിച്ച്, അതായത് നമ്മുടെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, അതുപോലെ എന്താണ് ആവറേജ് വെലോസിറ്റി, അതുപോലെ തന്നെ നമ്മളുടെ RMS വെലോസിറ്റി, ഇവരെ കുറിച്ചൊക്കെയുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് ചോദ്യങ്ങൾ സെറ്റിന് സ്ഥിരം വരുന്നതാണ്. അപ്പോൾ അതിന്റെ ഒരു കണക്ഷൻസ്, പല തരത്തിലുള്ള കണക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു RMS വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3RT/m ആണ്. ഓക്കെ, അതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റിയുടെ കണക്ഷൻ, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 8RT/m ആണ്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി റൂട്ട് ഓഫ് 2RT/m ആണ്. അപ്പൊ ഇതിൽ RT/m ക്യാൻസൽ ഔട്ട് ചെയ്താൽ തന്നെ √2 റൂട്ട് ഓഫ് 8/π √3 എന്ന് കിട്ടും. പിന്നെ വീണ്ടും ഒരു കണക്ഷൻ ഉണ്ട്, 1.414, 1.595, 1.732, അല്ലെങ്കിൽ 1:1.128, 1.224. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ ഒരു ഷോർട്ട് കട്ടിൽ 3 rabbits, 8 angry pigeon, 2 monkeys. നമ്മളിവിടെ വെലോസിറ്റി ആണ് പറയുന്നത്, സോ സ്പീഡ് എടുക്കാം. റാബിറ്റും പീജനും മങ്കിയും എടുക്കുമ്പോൾ ഏറ്റവും സ്പീഡിൽ ഓടുന്നത് റാബിറ്റ് ആണെന്ന് തന്നെ നോക്കുക. സോ 3 വരുന്നത് ദാറ്റ് ഈസ് എന്താണ് 3RT/m. അത് നമ്മളുടെ RMS വെലോസിറ്റി ആണ്. ഓക്കെ, 3RT/m. അടുത്തത് പീജിയൻ ആണ്. പീജിയൻ ഒരു മൈൽഡ് സ്പീഡ് കൊടുക്കാം, കാരണം ഒരു ബേർഡ് ആണ്, ഫ്ലൈ ചെയ്യുകയാണ്. സോ അടുത്ത വാല്യൂ 8 വരുന്നു, 8RT/m. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് മങ്കീസ്. മങ്കിയുടെ M മോസ്റ്റ് പ്രോബബിൾ വരുന്നു, ദാറ്റ് ഈസ് 2RT/m. അപ്പൊ ഏറ്റവും സ്പീഡ് കൂടിയത് RMS ആണ്, 1.732 ആണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന 1.595, ദാറ്റ് ഈസ് ആംഗ്രി പീജിയൻ. 8 വരുന്നു ആംഗ്രി പീജിയൻ. അടുത്ത ഏറ്റവും കുറവ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി 1.414. അപ്പൊ ആ ഒരു രീതിയിൽ അത് ഓർത്തിരിക്കാം. പിന്നെ ഇതുവരെ ഒന്നും ചോദിച്ചു കാണാത്ത അപ്പം ഇടയ്ക്ക് ഇപ്പം സെറ്റിന്റെ കഴിഞ്ഞ വർഷത്തേക്ക് ചോദ്യം നോക്കുമ്പോൾ ഇതുപോലെ ഒരു ഫിനോമിനന്റെ പേര് ചോദിച്ചു കണ്ടുവരാറുണ്ട്. അപ്പം ഒരു ഇടയ്ക്ക് എഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനത്തെയൊക്കെ നമുക്ക് എവിടെയൊക്കെയോ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അതിനെ എടുത്ത് അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അധികം കേൾക്കാത്ത ഒരു വേർഡാണ് അറ്റ്മോലൈസിസ്. എന്താണ് അറ്റ്മോലൈസിസ് എന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാല് ഡിഫ്യൂഷൻ ഉണ്ടല്ലോ, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, അതായത് മിക്സ്ചർ ഓഫ് ഗ്യാസുകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ.
അതായത് നമുക്കറിയാലോ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് എന്നാണ് ഗ്രഹാം ലോ വെച്ച് പറയുന്നത്. അപ്പൊ ഗ്രഹാംസ് ലോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഫെനോമിനയാണ് ഇത് ബേസ്ഡ് ഓൺ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അതാണ് അറ്റ്മോലൈസിസ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഒറ്റ വാക്കിലുള്ള ചോദ്യങ്ങളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അറ്റ്മോലൈസിസ് ഉപയോഗിക്കുന്നത് ഐസോട്ടോപ്പുകളുടെ സെപ്പറേഷൻ ഉപയോഗിക്കും, അതുപോലെ ഗ്യാസിന്റെ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഡിഫ്യൂഷൻ റേറ്റിന്റെ അടിസ്ഥാനത്തില് ഗ്യാസുകളുടെ അല്ലെങ്കിൽ എയർ മിശ്രിതത്തെ സെപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡിനെ പറയുന്ന പേരാണ് അറ്റ്മോലൈസിസ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, find the ratio of the radius of the first Bohr orbit for the electron orbiting the hydrogen nucleus to that of the electron orbiting the deuterium nucleus. ഇപ്പൊ ഡ്യൂട്ടീരിയത്തിന്റെ മാസ് ഹൈഡ്രജന്റെ ഇരട്ടിയാണ് എന്നുള്ളത് നോക്കുക. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ബോർ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് പറയുന്നത്. സോ റേഡിയസ് ഓഫ് ബോർ ഓർബിറ്റ് എന്ന് പറയുന്നത് Rn is equal to A0 n square by Z ആണ്. അപ്പോ ഇവിടെ ഫസ്റ്റ് ബോർ ഓർബിറ്റ് ആയതുകൊണ്ട് N1 ആണ്. Then here Z atomic number ആണ്. അതിപ്പോ ഹൈഡ്രജനും ഡ്യൂട്ടീരിയത്തിനും അത് എന്ത് തന്നെയാണ് 1 ആണ്. സോ Rn ഹൈഡ്രജൻ്റെത് A0 by Z ഹൈഡ്രജൻ, Rn ഡ്യൂട്ടീരിയം A0 by Z D ആണ്. രണ്ടും 1 ആണ്. സോ 1:1 വരും. സോ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് ഇങ്ങനത്തെയുള്ള ഇക്വേഷൻസിന്റെ റേഷ്യോസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ വാണ്ടർവാൾസ് കോൺസ്റ്റന്റിന്റെ റിലേഷൻ, അതുപോലെ പല ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റ്, ഇതെല്ലാം കൃത്യമായിട്ട് ഒന്ന് നോക്കിപ്പോകാം. നമുക്ക് റാൻഡം ആയിട്ട് ഒന്ന് ഗസ് വർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് ഈ ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റിന്റെ ഇക്വേഷൻ തന്നിട്ട് ചോദിക്കാനും, അതുപോലെ തന്നെ വേറെ വാണ്ടർവാൾസ് കോൺസ്റ്റന്റിന്റെ കണക്ഷൻ, അതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതുപോലെയുള്ള ട്രിക്സ് ഉപയോഗിച്ച് ഇതിന്റെ കണക്ഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ടോസ് അക്കാഡമി ഉടനെ എത്തുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇത്തവണത്തെ സെറ്റ് തന്നെ ക്ലിയർ ആവട്ടെ. അടുത്ത HSST വിളിക്കാനുള്ള സമയമായിട്ടുണ്ട് 2026. അപ്പൊ ഈ ഒരു സെറ്റ് നിങ്ങളുടെ ഒരു ലാസ്റ്റ് ചാൻസ് ആണെന്ന് തന്നെ വിചാരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സിലബസ് മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം LBS അവരുടെ സൈറ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവർ ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയും ഒരു പ്രതീക്ഷയ്ക്ക്, അതായത് അങ്ങനെ നമുക്കൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സിലബസ് ചേഞ്ചിനും സാധ്യത ഇല്ലാതെ ഇല്ല, ഉറപ്പ് പറയല്ല. ഇങ്ങനൊരു ഇതുള്ളത് കൊണ്ട് ഇങ്ങനെയും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തവണത്തെ സെറ്റ് തന്നെ എല്ലാവരും ക്ലിയർ ചെയ്യട്ടെ എന്ന് ടോസ് അക്കാഡമി ആശംസിക്കുന്നു. താങ്ക് യു.